ഗൈസ്, സോ ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 5:30 കഴിഞ്ഞു. നമ്മൾ ഇന്ന് മൈസൂർ പോകാനാണ് പ്ലാൻ. സോ ഇതൊരു സഡൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 ഡേയ്സായി ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ തിരിച്ചെത്തി. ആൻഡ് ബാംഗ്ലൂർ തിരിച്ചെത്തിയത് ഫ്രം ബാംഗ്ലൂരാണ് നമ്മൾ മൈസൂർ പോകുന്നത്. സോ നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ രാവിലെ ഇപ്പം ഒരു 5:30 എണീറ്റ് ഒരു 6 ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്ക് ട്രെയിൻ ഒരു 7 മണിക്കാണ്. സോ അങ്ങനെ പോകാനാണ് നമ്മുടെ പ്ലാൻ. സോ റെഡി ആട്ടെ ഗൈസ്. രാവിലത്തെ ആ ഒരു ഉറക്ക ക്ഷീണമുണ്ട്, ബട്ട് നമ്മൾ റെഡി ആയിട്ട് ഒരു 6 മണിയെങ്കിലും ആകുമ്പം ഇറങ്ങണം എന്നാണ് പ്ലാൻ. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മൾ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 hours ഡിലേ ആണ്. ഇതിപ്പം യൂഷ്വലി എങ്ങനെയാണോ എന്നറിയില്ല, ബട്ട് അറ്റ് ലാസ്റ്റ് നമുക്ക് ട്രെയിൻ കിട്ടി. അവിടെ നമ്മൾ ട്രെയിനിൽ കയറി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ബിക്കോസ് ഇറ്റ്സ് ദസറ ടൈം. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ഇങ്ങനെ ചില്ലടിച്ച് കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രീതിയിൽ അങ്ങ് ട്രാവൽ ചെയ്ത് പോകുമായിരുന്നു. സോ ഗൈസ്, മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു ടിഫിൻ സ്പോട്ടുണ്ട് അടുത്തായിട്ട്. സോ അത് ഫേമസ് ആണ് ഇത്തിരി. അപ്പം GTR എന്നാണ്ടാണ് അതിൻ്റെ പേര്. സോ അങ്ങോട്ടേക്ക് പയ്യെ മൂവ് ചെയ്യാണ്, ഒരു ഓട്ടോ നോക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേയിലേക്ക് പോകുന്നു. ബാക്കി പ്ലാൻ പയ്യെ ഐറ്റിനറി പ്രോപ്പറായിട്ടില്ല, ബട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം നമുക്ക്. സോ നമ്മൾ GTR എന്ന് പറയുന്ന ടിഫിൻ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ അത് നടന്നില്ല ഗൈസ്. നമ്മൾ അവിടെ ചെന്നപ്പോൾ ക്ലോസ് ആയി. അത് കിച്ചൺ 11 മണി വരെ ഉള്ളൂ. സോ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആവട്ടെ. 11 മണിയാകുമ്പോൾ കിച്ചൺ ക്ലോസ് ആണ്. പിന്നെ അടുത്ത് നമ്മളൊരു അപൂർവ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ആണ്. സോ അങ്ങോട്ടേക്ക് പോകുന്നു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. സോ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു നേരെ സ്റ്റേയിലേക്ക് പോകണം. അവിടെ ചെക്ക് ഇൻ ചെയ്യുക, ഫ്രഷപ്പ് ആവുക, എന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകാം. പ്ലാൻ ചെയ്യുന്നതാണ്. ഓക്കെ. സോ ഇവിടെയാണ് ഗൈസ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇവിടെ ഇതൊരു ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമും ഉണ്ട്. പിന്നെ ടോപ്പ് ഫ്ലോറിലും അവർ റൂം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൃഷ്ടി സ്റ്റേ എന്ന് പറഞ്ഞൊരു സ്റ്റേ ആണ്. സോ ഇതാണ്. അതിൻ്റെ അകത്തോട്ട് ഞാൻ പയ്യെ നിങ്ങളെ കൊണ്ടുപോകാം. സോ ഗൈസ്, നമ്മളിപ്പോൾ സ്റ്റേയിൽ നിന്ന് റെഡി ആയിട്ട് സാൻഡ് മ്യൂസിയം
ഇവിടെ അടുത്തൊരു സാൻഡ് മ്യൂസിയം ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ ആ സാൻഡ് മ്യൂസിയം കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ലേറ്റ് ആയി ഇത്തിരി, കാരണം എല്ലാവരും ഒന്ന് ഡ്രസ് ചെയ്ത് റെഡി ആയിക്കാരാൻ ഇത്തിരി ഒരു ടൈം എടുത്തു. ബട്ട് നമുക്കിന്ന് ഒരു റഷ് ഇല്ല, നമുക്കൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ള ഒരു ഔട്ടിങ് അങ്ങനെയുള്ള രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് സാൻഡ് മ്യൂസിയം പോവാം. അത് കഴിഞ്ഞതിന് ശേഷം മൈസൂർ പാലസ് എന്നാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്, രാത്രിയിലെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. സോ പോയി നോക്കാം. ഗൈസ്, നമ്മൾ വാക്സ് മ്യൂസിയം എത്തിയിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് വാക്സ് മ്യൂസിയം മാത്രമല്ല, സാൻഡ് മ്യൂസിയം അപ്പുറത്തുണ്ട്. ഇത് വാക്സ് മ്യൂസിയവും ഹൊറർ മ്യൂസിയം, മിറർ മ്യൂസിയം, ചോക്ലേറ്റ് മ്യൂസിയം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതൊന്ന് കയറി കണ്ടിച്ച് വരാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. സോ ഗൈസ്, നമ്മൾ ഇവിടുത്തെ വാക്സ് മ്യൂസിയം കണ്ടിറങ്ങി. ഇറ്റ്സ് ഓക്കെ ഗൈസ്, അല്ലാതെ വലിയൊരു എന്താ പറയുക സംഭവം എന്ന് പറയാനില്ല. ജസ്റ്റ് നിങ്ങൾക്കൊരു ഓപ്ഷനും ഇല്ലെങ്കിൽ, അല്ലെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കൊന്ന് കാണാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്നൊരു സ്ഥലം. എന്താ എനിക്ക് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത്ര വലിയ സംഭവം ഒന്നുമല്ല, ബട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക, എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഫൈനൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വാക്സ് മ്യൂസിയം. അപ്പോൾ നമ്മൾ വാക്സ് മ്യൂസിയത്തിൽ നിന്ന് ഇത്തിരി നടന്ന് അവസാനം സാൻഡ് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. സാൻഡ് മ്യൂസിയത്തിൽ എനിക്കൊന്ന് വാക്സ് മ്യൂസിയത്തിൽ 170 റുപ്പീസിൽ നമുക്കൊരു കോംബോ ആയിട്ട് കിട്ടിയ 3 എണ്ണവും നമുക്ക് ആ ഒരു റേറ്റിൽ കാണാൻ പറ്റി. സോ സാൻഡ് മ്യൂസിയത്തിൽ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. എത്ര അതിൻ്റെ റേറ്റ്, കാര്യങ്ങൾ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. പറ്റുകയാണെങ്കിൽ അതിൻ്റെ ക്യാമറ അലൗഡ് ആണെങ്കിൽ അതിൻ്റെ കുറച്ച് ക്ലിപ്സും ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. സോ ആ ഒരു സാൻഡ് സ്കൾപ്ചേഴ്സ് വെച്ചിട്ട് അവർ പ്രോപ്പറായിട്ട് എത്ര ഡീറ്റെയിലിങ്ങോടെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ മെയിൻ ആകർഷകം എന്ന് പറയാൻ ഇതാണ് മെയിനായിട്ടുള്ളത് ഇവിടെ. സോ ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ് ഇത്. ഒരു സാൻഡ് കൊണ്ടുള്ളൊരു ആർട്ട്, നമുക്കത് ഇവിടെ ഒരു വളരെ കുറച്ച് ആർട്ടേ ഉള്ളൂ, പക്ഷേ നമുക്ക് നല്ല ഒരു
എന്താ പറയുക, നല്ലൊരു ക്രിയേറ്റീവ് വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇത് സോഡിയാക് വീലാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് ആസ്ട്രോളജിക്കലായിട്ടുള്ള സോഡിയാക് സയൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. നമ്മളപ്പം നടുക്കുള്ള പ്ലേസ്മെൻറ്റ് എനിക്കൊന്ന് എർത്താണ്, എന്നിട്ട് അറൗണ്ട് 12 സോഡിയാക് സയൻസ് ഉണ്ട് അതിൻ്റെ ചുറ്റും. അപ്പോൾ ആ ഒരു 12 സോഡിയാക് സയൻസ് നമ്മൾ ജനിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സൺ ഏത് ഡയറക്ഷൻ ആയിരുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ അതാണ് സംഭവം, ഈ സോഡിയാക് സൈൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. സോ അതിൻ്റെ ഒരു സ്റ്റാൻഡാർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു മഹാഭാരത റെപ്രസെൻറ്റേഷൻ ആണ് ഗൈസ്. ഇത് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ഈ യുദ്ധത്തിൻ്റെ ആ ഒരു ടീമിൽ എനിക്ക് തോന്നുന്നു ഇത് ലൈക്ക് എന്താ വാർ ചാരിയറ്റ് ഓഫ് കൃഷ്ണ ആൻഡ് അർജുന. സോ ആ ഒരു അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തൊരു സ്റ്റാൻഡാർട്ടാണിത്. ഷോയിങ് ദ ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻ ഗൈസ്. ഇതാണ് പൂർവികമായിട്ടുള്ളൊരു സിവിലൈസേഷൻ എങ്ങനെയാണ് കടന്നു വന്നത്. അത് മമ്മിയാണ്, ഈജിപ്റ്റ് മമ്മി. അത് മാത്രമേ എനിക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. പിന്നെ ബാക്കിയൊന്നും അങ്ങനെ ഇതൊക്കെ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ. ബട്ട് ഇറ്റ്സ് നൈസ് ആക്ച്വലി, ലൈക്ക് കൊള്ളാം, സംഭവം കൊള്ളാം. ട്രൈബ്സ് ഓഫ് ദ വേൾഡ്, ഓക്കെ. പിന്നെ ഇതും ട്രൈബ്സ് ഓഫ് ദ വേൾഡ് ആണ്. വേൾഡിലുള്ള പല ട്രൈബ്സിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയുക സ്റ്റാൻഡാർഡാണ്. ബട്ട് ഇറ്റ് ഈസ് നൈസ് ആക്ച്വലി. അത് മെയിനായിട്ട് അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നൊരു സംഭവം എന്താണെന്നറിയോ, ദ ഡീറ്റെയിലിങ്. ഭയങ്കര, നിങ്ങൾ ആ സൂം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഡീറ്റെയിൽഡ് ആണ് അതിൻ്റെ ഒരു വ്യൂ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് അതിൻ്റെ ഒരു കാര്യത്തിലാണ് മെയിനായിട്ട് അതിനെ ഇഷ്ടപ്പെട്ടത്, ഈ ഒരു ആർട്ടിനെ ഇഷ്ടപ്പെട്ടത്. ഷോയിങ് ദി മറൈൻ ലൈഫ് ഗൈസ്. ദി ഹൊറർ വേൾഡ് ഗൈസ്, സംഭവം കൊള്ളാം. ഓ മൈ ഗോഡ്. ഈ ഒരു സ്റ്റാൻഡാർഡ് ഇസ്ലാമിക് ആ ഒരു കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. അതായത് ഇസ്ലാമിക് കൾച്ചറിനെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സ്റ്റാൻഡാർഡാണിത്. അവരുടെ ഖുറാനും എനിക്ക് തോന്നുന്നു ഖുറാനിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ആ ഒരു സ്റ്റാൻഡാർഡ് വരുന്നത്. നൈസ് റൈറ്റ്. ആ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്, ആ റൈറ്റിങ്സും ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. മക്ക റെപ്രസെൻറ്റേഷനാണ് ഇത് അല്ലേ. പിന്നെ ഇത് മോസ്ക് ആ ഒരു റെപ്രസെൻറ്റേഷൻ. ഗൈസ് ഡിസ്നിലാൻഡിൻ്റെ ഒരു സ്റ്റാൻഡാർഡാണ്. ഇതിന് ആരൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ അത് ഡേസി, ഡൊണാൾഡ്, ഗൂഫി, മിക്കി, ട്വീറ്റി അല്ലേ അത്, അതാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് മിനി. ഈ ഡോഗിൻ്റെ പേര്, ഇത് ടോം ആൻഡ് ജെറിയിലുള്ള ഡോഗാണ് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് കണ്ടിട്ടൊക്കെ മനസ്സിലായി. അതെ അത് ടോം ആൻഡ് ജെറിയിലുള്ള ഡോഗും ടോമും ജെറിയാണ് ഗൈസ് ഇത്. പിന്നെ ഇതാരാണ് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ ഒരു ആളാരാന്നറിയണേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കണേ. ഇത് ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇതാണ് ആ ഒരു ഡിസ്നിലാൻഡിൻ്റെ സ്റ്റാൻഡേർഡ്. ക്രിസ്മസിൻ്റെ സ്റ്റാൻഡേർഡാണ്. ക്രിസ്മസ് അല്ലേ, അതെ, ക്രിസ്മസ് ട്രീ ആൻഡ് സാന്റാക്ലോസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഒരു സ്റ്റാൻഡേർഡ്. നൈസ്. ക്രിസ്മസിനുള്ള ഗിഫ്റ്റ്സും ട്രീയും ഒക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ഇത് വൈൽഡ് ലൈഫ് കാണിക്കുന്നുണ്ട്. ലയൺ, ഗൊറില്ല, എലിഫൻറ്റ്, പിന്നെ ക്രോക്കഡൈല്, പിന്നേതാ ഓക്സാണോ ബഫലോയാണോ, ജിറാഫ് ഉണ്ട്, പീക്കോക്ക് ഉണ്ട്. സോ അങ്ങനെ ഓരോ ടൈഗറുണ്ട്, മങ്കി ഉണ്ട്, നൈസ്, സീബ്ര, റൈനോ, അങ്ങനെ എല്ലാ ആനിമൽസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. നൈസ്. അതാണ് സാൻഡ് മ്യൂസിയത്തിൻ്റെ ആ ഒരു അകത്ത് കാണാനായിട്ടുള്ള സാധനങ്ങളും പരിപാടികളൊക്കെ. സോ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളൊന്ന് വിശന്ന് നല്ല പോലെ ഇരിക്കണം. ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി ട്രിപ്പ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. സോ ഗൈസ്, നമ്മൾ സാൻഡ് മ്യൂസിയം കവർ ചെയ്തു, വാക്സ് മ്യൂസിയം, പിന്നെ അതുപോലത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ഗുഫ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇതിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് മൈസൂർ പാലസും അങ്ങനത്തെ കുറച്ച് ഏരിയാസൊക്കെ ഉള്ളത്. സോ അത് കവർ ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള മേഘയ്ക്കൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവരും കൂടെ വന്നിട്ട് പയ്യെ അകത്തോട്ട് വരാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്.
സോ ഗൈസ് നമ്മൾ ഗുഹാസിൽ നിന്ന് ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ സ്വീറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫേമസ് ഒരു ഗുരു സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്വീറ്റ് ഷോപ്പുണ്ട്. സോ അവിടെ മൈസൂർ പാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ പോയി മേടിക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് മൈസൂർ പാലസിൽ പോവാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഗൈസ് അങ്ങനെ ഗുരു സ്വീറ്റ്സിൽ നിന്ന് സ്വീറ്റ്സ് മേടിച്ചു. ഇനി സ്വീറ്റ്സ് മേടിച്ച് മൈസൂർ പാലസിലേക്കാണ് വോക്ക്. പാലസിൽ ലൈറ്റ് ഓൾമോസ്റ്റ് വന്നു. സോ അവിടെ ചെന്ന് ലൈറ്റും പരിപാടികളും കാര്യങ്ങളും ഒക്കെ പാലസിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് നടന്ന് അവിടെ നിന്ന് നേരെ തിരിച്ച് ബാക്ക് സ്റ്റേയിലേക്ക്. ഇന്ന് ഡേ 1 ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പയ്യെ ഡേ 2 അടുത്ത കുറച്ച് കാര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. സോ ഫൈനലി ഗൈസ് മൈസൂർ പാലസ്. ഇവിടെ ദസറയുടെ ആ ഒരു തിരക്കൊക്കെ മാറി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ആയിരുന്നു ദസറയുടെ ലാസ്റ്റ് ഡേ. സോ ഞങ്ങൾ നെക്സ്റ്റ് ഡേ വന്നു. സോ എന്നാലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദസറയുടെ ആ ഒരു ഇത് കഴിഞ്ഞതിൻ്റെ വിസിറ്റേഴ്സിൻ്റെ നല്ല ഒരു തിരക്ക് ഇവിടെ കാണാം. ലൈറ്റ് അകത്ത് നമുക്ക് കാണാമെന്ന് തോന്നുന്നു. ആൻഡ് ഫൈനലി വി ഹാവ് റീച്ച്ഡ് ഇൻസൈഡ് ഗൈസ്. ഒത്തിരി പാടുപെട്ടിട്ടാണെങ്കിലും നമ്മൾ അകത്ത് കയറിയത് എന്തുകൊണ്ടും ബോധത്തായെന്ന് തോന്നി. കാരണം ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കാണാതെ പോയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ ഗ്രേറ്റ് മിസ്സിങ്. സോ ഗൈസ് ഫൈനലി മൈസൂർ പാലസ് എത്തിയിരിക്കുന്നു. നല്ല ലൈറ്റാണല്ലേ. ലൈക്ക് മെയിൻലി ഇവിടുത്തെ ആ ഒരു ലൈറ്റും വ്യൂ എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഗൈസ്. ആ ഒരു ഫെസ്റ്റിവൽ ടൈം ഇതുവരെ മാറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സോ അതിൻ്റെ ആ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു എക്സ്പീരിയൻസ് മിസ്സാക്കാതിരുന്നത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഇറ്റ് വാസ് എ ടൈംലി പ്ലാൻ. ഇങ്ങനെ പോകാൻ പറ്റിയതും മൈസൂർ പാലസ് കാണാൻ പറ്റിയതും ഈ ഒരു ലൈറ്റിൽ കാണാൻ പറ്റിയത് എസ്പെഷ്യലി ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. സോ ഇനി ഇതിൻ്റെ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പറ്റുന്നൊക്കെ അത്രയും ക്ലിപ്സ് ക്യാപ്ചർ ചെയ്യാൻ മാക്സിമം നോക്കാം. സോ യാ.
സോ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഗൈസ്. എന്നിട്ട് നമ്മളിനി പോവുകയാണ്. ഓൾറെഡി ഇപ്പം നല്ല ലേറ്റായി, ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി. നമുക്കിനിയിപ്പോൾ നേരെ ഒരു ഓട്ടോ കിട്ടാൻ നല്ല പാടാണ്. ഒരു ഓട്ടോ കിട്ടി നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടം പോലെ ഇത് രാവിലെ നമ്മൾ കണ്ട ജയൻ വീലാണ്. അതിപ്പോൾ ലൈറ്റ് ഇട്ടപ്പം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുമല്ല റോഡ് പോകുന്ന വഴിക്ക് എല്ലാം കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ആക്ച്വലി ആ ഡേ അങ്ങ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സോ ഇനിയൊരു പാർട്ട് 2 ഉണ്ട് ഗൈസ്, ലൈക്ക് ഡേ 2. നമ്മളത് കവർ ചെയ്യുന്നതാണ്. കുറേ സ്ഥലങ്ങൾ ഇനിയും പ്ലാൻ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. So guys, yeah.